ഹലോ, ഗുഡ് ഈവനിങ്. നമ്മളെ ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഇന്ന് ഞായറാഴ്ച, നാളെ പെരുന്നാള്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് പെരുന്നാളായിട്ട് നമ്മളൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് ഇതാ നമ്മൾ ചിക്കനൊക്കെ കഴുകി, നമ്മൾ ചിക്കൻ ഷവായി എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഒരു സ്പെഷ്യൽ. അപ്പം നമ്മളത് ചിക്കനൊക്കെ കഴുകി വെച്ച് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതാ ഓരോ പീസാക്കി നമ്മൾ എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ആദ്യം ഇതെന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ചിക്കൻ ഷവായിന്നോ ചിക്കൻ മന്തിന്നോ ചിക്കൻ ബിരിയാണിന്നോ ഒക്കെ വിളിക്കാം. മന്തിന്ന് വിളിക്കൂല, മന്തിൻ്റെ അരിയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ മന്തിന്ന് വിളിക്കാം. അങ്ങനെ നമുക്ക് തോന്നിയൊരു റെസിപ്പി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ടു കാണാം. അപ്പൊ എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ? സന്തോഷമാണോ? വരെ എന്റെ പൊൻകുഞ്ഞുങ്ങളാണ് നിങ്ങള്. എന്റെ പൊൻകുഞ്ഞാന്ന് പറഞ്ഞപ്പോ എന്റെ കുഞ്ഞു വന്നിക്കണുണ്ടോ? അതോക്കണ ആ മണിയറന്ന് പുറത്തിറങ്ങൂല കുട്ടി. മൂത്രയ്ക്കാൻ ശുശി പെടുക്കാൻ പുറത്തേക്ക് കൊണ്ടായാല് ശുശി പെടുത്ത് അപ്പടി കയറി ചാടി പിടിച്ച് വാങ്ങിയിട്ട് ആ മണിയറ പോയിരിക്കാം നമ്മളെ ബെഡ്റൂമിൽ. ചെറുതിലെ അങ്ങനെ കിടന്ന ശീല. അപ്പൊ നമുക്ക് മഞ്ഞപ്പൊടി ഒക്കെ എടുക്കാലോ. അപ്പൊ എന്റെ കുഞ്ഞിനെ വിളിച്ചിട്ടോ, അവര് ഇന്നലെ അവിടെ രാത്രി എത്തി. അങ്ങനെ അവര് കൊണ്ടുപോയി നെയ്യിന്റെ ബോട്ടിലൊന്ന് പൊട്ടി എത്ര, എന്നിട്ട് ഡ്രസ്സിലൊക്കെ ആയി പാക്കിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ ഇങ്ങനെ കണ്ടതൊക്കെ വേറെ തന്നെ പാക്ക് ചെയ്യേണ്ട, എന്താ അറിയില്ല, അവർ അതിലും ഇതിലൊക്കെ മിക്സ് ചെയ്ത് പാക്ക് ചെയ്ത് അങ്ങനെ കുറച്ചൊരു അവരിങ്ങനെ തൂക്കി എറിയാം. അത്ര അങ്ങനെ എന്തോ ഒരു ചെറിയ ഡാമേജ് പിന്നെ അവരെ പെട്ടിക്ക് പറ്റിയിട്ടാണ് അത് പൊട്ടിയതെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് പിന്നെ സങ്കടത്തിലാണ് കുഞ്ഞും. മോൾക്ക് വലിയ സങ്കടമൊന്നുമില്ല, മോനാണ് സങ്കടം. അങ്ങനെ നമ്മൾ ഓരോന്നും എടുത്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ കുട്ടികളെ വിളിച്ച്, അപ്പൊ നമ്മൾ കുറച്ച് ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ പെരുന്നാള് നോമ്പുതുറ ലാസ്റ്റ് നമുക്കിന്ന്. അപ്പൊ നമ്മൾ കുരുമുളക് പൊടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടാലോ. നമ്മൾ ചിക്കൻ കാണണ്ടല്ലേ, ഇവിടെ നിൽക്കണം ചിക്കൻ. അപ്പൊ നമുക്ക് എങ്ങനെ കാണും? നമ്മളെ സ്റ്റാൻഡൊക്കെ എങ്ങനെയാണ് കണ്ടല്ലോ. വെയിറ്റ്. അപ്പൊ നമ്മളെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചത് നമ്മൾ കണ്ട്. ആദ്യം തന്നെ നമുക്ക് കുരുമുളക് ചതച്ചതെന്നേ പറയുള്ളൂ, നല്ല പൊടിഞ്ഞില്ല. അത് നന്നായി അതിട്ടെടുത്തിട്ടാ. എന്നിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. ഇതൊരു ചൂടാലേ, ഈ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ചൂടറിയാം, അല്ലെങ്കിൽ നമ്മളെ ഫാൻ തൊട്ടിലല്ലേ എപ്പോഴും. ഇത് നമ്മളെ ഗരം മസാല പൊടിയാണ്. ഇനി മുളക് പൊടിയാണ്. കൂടി കുറച്ച് അരിയൊക്കെ കിടക്കട്ടെ. ഒന്നും പിറന്നുള്ളൊരിത് നമുക്കുണ്ടാകും. ഇനി ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇടാട്ടോ. നമുക്ക് പൊടികൾ വെയിറ്റ്. ഇച്ചിരി തൈര് ഒഴിക്കാട്ടോ. നമുക്ക് ഒരു കവലി തൈര്. ഒന്നെന്ന് പറഞ്ഞാൽ രണ്ടൊഴിക്കും ഞാൻ. ഇനി നമുക്ക് ഉപ്പും പൊടി ഇടാം. ഉപ്പും പൊടി ഇട്ട് ഉപ്പ് കിടക്കട്ടെ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടണം. നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതട്ടാ.
നമ്മളെ വീട്ടിൽ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മളൊരു സാധാ ആൾക്കാർ നമ്മളെ ഫുഡൊക്കെ നമ്മളിങ്ങനെ നാടനായിട്ടൊക്കെ വെക്കുന്നൊക്കെ തന്നെ. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് കുഴക്കണം. അപ്പം നമ്മൾ കുഴച്ച് വൃത്തിക്ക് കുഴക്കുക, എന്നിട്ട് എല്ലായിടത്തിലും എത്താം. അപ്പം എന്തൊക്കെയാ, നാളെ പെരുന്നാളായിട്ട് ഡ്രസ്സ് എല്ലാവരും കോടിക്കെടുത്തോ? ഹാപ്പി അല്ലേ, സന്തോഷല്ലേ? ഉമ്മച്ചിക്ക് ഉപ്പച്ചിക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തോ? ഉമ്മച്ചി ഉപ്പച്ചി മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തോ? അവര് നല്ല ഐക്യമുള്ളവരാട്ടോ, നമ്മളാൾക്കാരായിരുന്നു. നല്ല കുടുംബസ്നേഹവും പിന്നെ അതേപോലെ അവർക്ക് എന്താണ് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാസ്റ്റിനോട് സ്നേഹമാണ്. നമ്മളെ കാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മ തല്ല അല്ലേ? അയ്യോ ഉണ്ടായിട്ട് തള്ള വേണ്ട നല്ല ആൾക്കാരുണ്ട്. അയ്യോ നമ്മളെ വീഡിയോയ്ക്ക് ഒരു മങ്ങലുണ്ടല്ലോ, അകലെ എനിക്കുണ്ടാക്കി കുറേ അകലിക്ക് വെച്ച് അങ്ങനെ നമ്മളെ തൈരൊക്കെ പാർന്ന് എല്ലാം ഇട്ട് നമ്മൾ ലിവർ ഇട്ടിട്ടോ സെറ്റ് മസാല. അപ്പോൾ നമ്മൾ കൈയാക്കിയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പം നമ്മളെ ചിക്കൻ കുഴച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാ. അപ്പം നമ്മൾ ഉള്ളിക്ക് ഒരു സവാള, 2 തക്കാളി, ടൊമാറ്റോ, അങ്ങനെ നമ്മൾ മല്ലിയിലും കറിവേപ്പിലും നമ്മളെ കഴുകി റെഡിയാക്കി വെച്ചേക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യുന്ന ഇതൊന്ന് കാണാം. നമ്മളെ മുഖം ഇത് കഴിഞ്ഞതിന് ശേഷം. ഓക്കേ, അപ്പം സുന്ദരിയേ വാ, വെണ്ണിലവേ വാ, ജീവത്താളമേ പ്രണയിനീ, ഓ അന്നൊരിക്കലെന്റെ ഞാനിവിടെ എന്തെല്ലാം കോമാളിത്തരന്റെ മോൻ പറഞ്ഞു അമ്മ ഇങ്ങനെ വിഡ്ഢിത്തരങ്ങളൊന്നും ചെയ്തേക്കരുത്. എന്താന്ന് കാണിച്ചത് ഇപ്പൊ തന്നെ ഞാൻ ഫ്രണ്ട് ക്യാമറ ആക്കിയിട്ട് കാണിച്ചത്, ബാക്ക് ക്യാമറ ആയിട്ട് കാണിച്ചതാ. എൻ്റെ അടക്കറിൽ എൻ്റെ മോള് കൊണ്ടുവന്ന മുട്ടായിൻ്റെ അടിയിലുള്ള ആ ഫെറോ റോഷൻ്റെ മുട്ടായിൻ്റെ അടിയിലുള്ള ഇത് ഞാൻ കൊണ്ടുവന്ന് ഒട്ടിച്ച് കിച്ചണിലൊട്ടിച്ച്. കിച്ചണിൽ ഇതാ കലാപരമായ കലാവിരുന്നുകളൊക്കെ ഉണ്ട്. അയ്യോ പെണ്ണിനെ കാണണ്ട, അത് നമ്മൾ പഴയ ഫ്രിഡ്ജ് ഇതാ അവിടെ ഇരിക്കണം. അപ്പോൾ നമുക്ക് കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കുക്കറിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് എല്ലായിടത്തിലും ഒന്നാക്കി. ഇനി നമ്മൾ ഉള്ളി വട്ടത്തിലരിഞ്ഞത് വട്ടം വട്ടം നാരങ്ങ ചെത്തി തിന്നാലോ. അങ്ങനെ നമ്മളെ ഉള്ളി സെറ്റ് മസാല. ഇനി നമ്മളെ കറിവേപ്പില, ഇനി നമ്മളെ മല്ലിയില. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താ ഇങ്ങനെ തന്നെ കാടും പടല് ഇടുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഇതൊക്കെയെന്ന്. ഇനിയാണ് നമ്മളെ സുന്ദരിക്കുട്ടി തക്കാളി. അങ്ങനെ നമ്മളെ തക്കാളി കുട്ടന്മാരും ഇതിലായി. ഇനിയാണ് നമ്മളെ ചിക്കൻ. നമ്മളെ ചിക്കൻ എടുത്ത് കാൽ പീസ് കഴുത്ത്, ലിവർ പീസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരിത്തിരി തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് കൂട്ടി കുഴച്ചതാണ്, എന്നാലും ഇത്തിരി കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു കരണ്ടി വാട്ടർ. ഓക്കെ, ഇനി നമുക്ക് ഇതടച്ച് വയ്ക്കാം കേട്ടോ. വെന്തതിന് ശേഷം കാണാം. ഹലോ, അപ്പം നമുക്ക് ഇനി വേണ്ടത് നമ്മളിവിടെ ഉള്ളത്, വേണ്ടത് നല്ല ഉള്ളത്, നമുക്ക്
ബിരിയാണി അരി നമുക്ക് ഇതിൽ കേൾക്കാം. നമുക്ക് വാർത്തിട്ടാം. നമ്മൾ ബിരിയാണി അരി ഇത് വെച്ചിട്ട് ഇളക്കാം. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കെ എന്റെ മനസ്സിൽ കൈമണി തെന്നലൈപ്പുൽ കാണി വന്ന്. നോമ്പും കഴിഞ്ഞ് പെരുന്നാള് കണ്ണു നട്ടിരിക്കുകയാണല്ലേ. മാസം കാണണം നോക്കിയിട്ട് അന്ന് തന്നെയല്ലേ, അന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഈ കപ്പ് ഇത് വിട്ടപ്പോൾ കഴിച്ച് ഒരു കപ്പാണ് കേട്ടോ. നമുക്കിത് മറച്ചതിൻ്റെ ശേഷം നമുക്കിത് എടുക്കാം. ഒരു കപ്പ് അരി, ഇത് കുറച്ചും കൂടി ഉണ്ട്, ഇതും കൂടി നമുക്ക് എടുക്കാം. ഒരു കപ്പ് ഇട്ടാണ്. അപ്പം ഇത് കഴുകി നമുക്ക് ഊറ്റിയതിൻ്റെ ശേഷം വാർത്ത് കുത്തിയതിൻ്റെ ശേഷം കാണാം. നമ്മൾ കഴുകി ഊറ്റി അരി ഇത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, കാണണ്ടോ? അപ്പം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചങ്ങോട്ട് അപ്പം നമ്മൾ അടുപ്പത്തേക്ക് പാൻ വെച്ചു. നെയ്യിൻ്റെ കുത്തി കഴിഞ്ഞ കാര്യം നെയ്യിട്ട് നമ്മൾ നെയ്യിട്ടിട്ട് അരി വറുക്കാൻ പോവാം കേട്ടോ. നമ്മളെ ചിക്കൻ കേട്ടോ അവിടെ സിമ്മിലാണ്. വെള്ളമൊന്നും ഇല്ലാണ്ട് എന്താ അവസ്ഥ എന്നറിയില്ല. പിന്നെ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങുമല്ലോ. അപ്പം നമുക്ക് 1 സ്പൂൺ നെയ്യ്, 2 സ്പൂൺ നെയ്യ്, ഇത്ര നെയ്യ് മതിയിട്ടാകുമ്പോൾ മോനെ ജിമ്മല്ലേ. നമ്മൾ അരി ഇട്ടിട്ടോ അതിൽ 2 സ്പൂണ് നെയ്യിട്ട് നമ്മൾ അരി ഒന്ന് വറുക്കാൻ പോകണം കേട്ടോ. നമ്മൾ അരി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നന്നായിട്ട് ഫ്രൈ ആവട്ടെ അരി. പിന്നെ നമുക്ക് നല്ല ചോറായിട്ട് കിട്ടും. നമ്മളെ ബിരിയാണി നല്ല സൂപ്പറായിട്ട് കിട്ടും. നമ്മളെ ബിരിയാണി ചോറി എന്താണ് എന്തൊക്കെ എല്ലാത്തിൻ്റെയും കൂടി പേരങ്ങോട്ട് പറയാം കേട്ടോ. വെഡിത്തരങ്ങളൊക്കെ പറയാം. ഒരു വെഡിത്തര കുക്കിംഗ് എന്ന് പറയാം. പക്ഷെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഉണ്ടാക്കണമെന്ന് പറയല്ലോ. ആണേന്നേ എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിരിക്കൂലേ. ഞാൻ അവിടെ ഫസ്റ്റ് അവിടെ വെച്ചിട്ട് അത് ആദ്യം അവിടെ ഒട്ടിച്ചു. അപ്പം അവിടെ പോകാൻ ഇവിടെ ഒട്ടിച്ചു. അപ്പം ആ പശ അവിടെ അങ്ങനെ നിൽക്കണം. കുഴപ്പമില്ല, അത് ആരും കാണില്ല. നമ്മളിതിൻ്റെ സിമ്മ് പൂക്കിട്ടോ. എന്നിട്ട് നമുക്ക് അതിന് ചിക്കൻ എടുത്ത് മാറ്റണം. അപ്പം നമ്മൾ ഗ്യാസ് ഓഫാക്കി അരി നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കണം. എന്താ അവസ്ഥയാണ്, കരിഞ്ഞോ വീഞ്ഞോ എന്നൊന്നും നമുക്കറിയാം. ഇത് ഓഫാക്കിയിട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നന്നായി സ്ട്രോക്ക് ഇറങ്ങി. ചിക്കൻ്റെ വെള്ളം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പിന്നെ തമിഴ്നാടൻ ബിരിയാണി ആയി വരും ഇതെല്ലാം കൂടി എനിക്ക് തോന്നണതാ. അപ്പം നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റാം. ഇവരൊക്കെ നന്നായി വെന്തുണ്ട് കേട്ടോ. നല്ല പതുപതുങ്ങനുണ്ട് കേട്ടോ.
അപ്പം സെറ്റ്. ഇനി നമ്മളെ തക്കാളി ഉള്ളി എല്ലാം കൂടി കിടക്കണ വെള്ളം കണ്ടോ, കിടക്കണ കിടപ്പ് കണ്ടോ. അപ്പൊ ഇതിൽ നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് കത്തിച്ച് കൊടുക്കണം. കത്തിച്ച് കൊടുത്തിട്ട് സൂപ്പറാക്കാം. ഇനി നമുക്ക് ഇതിൽ 1/2 കപ്പ് വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് എന്നിട്ട് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച്. അപ്പം നമ്മൾ 1 കപ്പ് അരിൻ്റെ വെള്ളമായി. ഇനി നമ്മൾ റേഷൻ പൊടി അരി എടുത്തില്ലേ, അതിന് 1/2 കപ്പ് വെള്ളം അതിലുണ്ട്. ഇനി നമ്മളൊരു ഇച്ചിരി കൂടി ഒഴിച്ചെടുക്കണം. സെറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കൈക്കണക്കാണേ, കിടക്കട്ടെ. നമ്മളെ കറണ്ട് എവിടെ, കറണ്ട് ഇല്ലാത്തില്ല. നമ്മൾ വീഡിയോ ഓഫായി എന്ത് പറ്റി? ഇപ്പം നമ്മൾ 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കണ്ടില്ലേ, പഠിച്ചോന്നറിയാം ഓഫായതാണോ. അപ്പം നമ്മൾ ഇതാ ഓഫായതാണോന്ന് അറിയില്ല. എത്ര വെള്ളം വെച്ചിട്ടോ, ഇതിനൊരു കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം വെച്ച്, പിന്നെ ഇത്ര പോലെ അരി ഉണ്ടായിരുന്നില്ല, അതിലൊരു 1/2 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ ഇച്ചിരി കൂടി വെള്ളം വെച്ച് അങ്ങനെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഓഫായിപ്പോയി, അതാണ് ഓഫാക്കിപ്പോയി. ഇനി നമുക്കിതിലേക്ക് ഇതാ ചിക്കൻ ക്യൂബില്ലേ, അതിലൊരൊറ്റ പീസ്, കാരണം ചുപ്പിൻ്റെ ഓൾറെഡി. നമുക്ക് ഇതും കൂടി ഈ വെള്ളത്തിട്ട് കൊടുക്കാം കേട്ടോ, ഫ്രിഡ്ജിൽ ചെയ്യുന്നു. അപ്പം നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം, അത് തിളക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ അരി ഒന്ന് അങ്ങോട്ടേക്ക് ഇതിൽ തട്ടി കൊടുക്കാം കേട്ടോ. അരി വെള്ളം തിളച്ചില്ല കേട്ടോ, അതിന് മുന്നേ നമ്മൾ വെള്ളം ഒന്ന് കാഞ്ഞ് വരുന്നുണ്ട്, അപ്പോഴേക്കും നമുക്കിത് തട്ടി കൊടുക്കാം കേട്ടോ. കാരണം നമുക്ക് ഈ ഫ്രൈ ചെയ്ത പാത്രം നമുക്ക് വേണം. അങ്ങനെ നമ്മൾ അരിയിട്ട് ഇതൊന്ന് കഴുകി അല്ല ഇതൊന്ന് ഇളക്കി ചപ്പും ചവലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ചിക്കൻ വേവിച്ച ചപ്പും ചവലകളൊക്കെ അടക്കം അതിൽ കിടക്കട്ടെ അല്ലേ, കിടന്നിട്ടേ. അങ്ങനെ ഇത് തള വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരൊറ്റ വിസലിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് സീമ പൊക്കിടാണ്. സീമ വെക്കരുത്, വെന്തരിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ചു. നമ്മളിതിൽ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. അപ്പോഴേക്ക് നമ്മൾ ഗാലറിയൊക്കെ നിറഞ്ഞു പോയി ഗൈസ്. അപ്പം നമ്മൾ ചിക്കനൊക്കെ അങ്ങനെ വെക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ ചോറ് ഇതാട്ടോ, സൂപ്പറായി എന്തുണ്ട് കേട്ടോ. നമ്മളെ ബിരിയാണി ഇതാ സൂപ്പറായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് ഇതാ അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതെന്താന്നുള്ളതും പറഞ്ഞേ, പെരി പെരി അൽഫാം അമ്മ കുക്ക് ചെയ്തുണ്ടാക്കി. പെരി അൽഫാം ഉണ്ടാക്കിയപ്പോൾ പെരി അൽഫാം അല്ലേ, ചൂടാറിക്കണ്ടല്ലോ. അപ്പം നല്ല ചൂടുണ്ട്. പെരി അൽഫാം ഇതെന്താ നോർമലാണ് കുട്ടിയിട്ടല്ലത്, അമ്മ ഇട്ടതാണ്. ഇത് മുഴുവൻ ഞാൻ എന്തായാലും തിന്നാൻ പോണില്ല ഗൈസ്. എനിക്ക് ഈ പീസ് എടുക്കും, ആ പീസ് എടുക്കും. ഓക്കെ ഗൈസ്, നമ്മൾ ആ പീസാണ് എടുത്തിട്ടുള്ളത്. ഈ ലെഗ് പീസും എനിക്ക് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടാലേ. നാളെ നമുക്കൊന്നും ഉണ്ടാവില്ല, തിന്നാൻ വേണമെങ്കിൽ ഇതൊക്കെ തന്നെ നാളത്തേക്കും കൂടി ഇന്ന് എൻ്റെ അമ്മ തിന്നാൻ പോകുന്ന പീസ് അമ്മയാണ് ഗൈസ് തിന്നാൻ പോകുന്നത്.
ഉറക്കത്തിലൊക്കെ നീച്ച് വന്നിട്ടുണ്ട്. ഭയങ്കര ഹലോ ഗൈസ്, നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി ഇത് പെരി പെരി അൽഫാമായി എന്നാണ് എൻ്റെ മോൻ പറയണത്. അപ്പം ഞാനിങ്ങനെ ഷവായി ഉണ്ടാക്കാൻ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നു. സൂപ്പറാക്കാം. അപ്പം നമ്മളിതെല്ലാം നുള്ളി ചിക്കനൊക്കെ എന്തിലിടാമെന്നല്ല വ്യർത്തൊഴിച്ചു ഞാൻ. ഞാനത് പറഞ്ഞ മോനിക്ക് മനസ്സിലാവണമെന്നില്ല. അടിപൊളി ഉണ്ട്, സൂപ്പറായിട്ട്. ഇല്ല, പപ്പയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പെരി പെരി ബിരിയാണിയാണ്. പെരി പെരി ബിരിയാണി. ചിക്കൻ്റെ പൂരി മട്ടനും പത്തിരി മേടിച്ച ചിക്കൻ അല്ലേ? ഏത്? അല്ല മട്ടൻ ഇത് വന്നിട്ട്. പക്ഷെ മട്ടൻ നല്ല രസമുണ്ട്, നല്ല പറഞ്ഞു മട്ടൻ ബിരിയാണി. അത് പിള്ളേരെല്ലാവരും വരുന്നൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ വെച്ച ബിരിയാണി ഏറ്റവും നന്നായത് മട്ടൻ ബിരിയാണിയാണെന്നൊക്കെ. സൂപ്പറാണോ? സൂപ്പർ. നമ്മൾ വെച്ചതല്ല, എന്നെക്കൊണ്ട് ഇല്ലാത്ത സൂപ്പൊന്നും പറയണ്ട.